എ സജീവൻ, ഇതിൽ ഇപ്പോൾ ഈ നമുക്ക് സാബുവിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രീ എ സജീവൻ, ഇത് അങ്ങേയറ്റം മാനുഷികമായ ഒരു ഒരു വേദനയോടുകൂടി നമ്മൾ പരിഗണിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. കാരണം സാബുവിൻ്റെ മാത്രമല്ല, ഇതുപോലെ നിക്ഷേപകർ പണം നിക്ഷേപിച്ച് അവരുടെ അത്യാവശ്യത്തിന് തിരികെ ചോദിക്കുമ്പോൾ ആട്ടും തുപ്പും നേരിടേണ്ടി വരുന്ന നിക്ഷേപകരുടെ അവസ്ഥ നമ്മൾ ഇതിന് മുൻപും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ ഇപ്പോൾ ബൽദേവ് സാറൊക്കെ പറഞ്ഞതുപോലെ ഒരു ഈട് വയ്ക്കുക, അതിൽ നിരവധി പേർക്ക് വായ്പ കൊടുക്കുക, മുക്കുപണ്ടം വഹിച്ചിട്ട് വായ്പ കൊടുക്കുക, അതേപോലെ തന്നെ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരും ഒക്കെ ജോലിക്ക് റിക്രൂട്ട് ചെയ്യുക, അങ്ങനെ തിരുമറിക്ക് വേണ്ടി ഒരു സംഘം തന്നെ സെറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇന്റേണൽ ഓഡിറ്റ് എന്ന പേരിൽ വേറൊരു തട്ടിപ്പ് നടക്കുക, ഇതെല്ലാം പൂഴ്ത്തിവെക്കപ്പെടുക, നിയമസഭയിൽ ചോദ്യം വരാതിരിക്കുക, ഈ അന്വേഷണ സംഘങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് പറയുക, നിയമം കൊണ്ടുവരുമെന്ന് പറയുക, അതിൻ്റെ ഒക്കെ മറവിൽ ഈ തട്ടിപ്പ് യഥേഷ്ടം നടക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? താങ്കൾ ആരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുക? ഈ സജി എന്ന മുൻ ലോക്കൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള ശബ്ദ സന്ദേശം കൂടി താങ്കളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരിക്കും താങ്കൾ മറുപടി പറയുക എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ബൽദേവ് ഇവിടെ പറഞ്ഞല്ലോ, ഈ ഒന്നാം പ്രതിയാക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരെയാണ്, ഓഡിറ്റർമാരെയാണെന്നുള്ളത്. എന്തിനാണ് നമ്മളിങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? ഈ ഓഡിറ്റർമാർക്ക് ഇപ്പോൾ അദ്ദേഹം പറയുന്ന രീതിയിലാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് കള്ളും പെണ്ണും ഒക്കെ കൊടുത്തിട്ട് ഇത്തരത്തിൽ ഒപ്പിടിയിക്കുന്നുണ്ടെങ്കിൽ അത് ആരാ ചെയ്യുന്നത്? ആരാണ് ചെയ്യുന്നത്? ഈ രാഷ്ട്രീയക്കാർ, അത് ഇടതായാലും വലുതായാലും ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണല്ലോ. എന്നിട്ട് നമ്മൾ കുറേ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് ഇതിന് ഉത്തരവാദിത്വം മുഴുവൻ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ തന്നെ പറഞ്ഞില്ലേ, സലാം കൊണ്ടുവന്നിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അത് നിയമസഭയിൽ ചോദ്യമായിട്ട് പോലും ഉന്നയിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉദ്യോഗസ്ഥന്മാരാണ് ഉത്തരവാദികൾ അല്ല. ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുള്ള ആളുകൾ വരെ ഇതിൽ ഉത്തരം പറയേണ്ട ആളുകളാണ്. ഒരാൾ 90 ലക്ഷം രൂപ, ഏതാണ്ട് 1 കോടിയോളം രൂപ താൻ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള കാശ്, ആ കാശ് നിക്ഷേപിക്കുന്നു. വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോയതാണെന്ന് നമുക്ക് ന്യായീകരിക്കാം. ഇത് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോയതല്ലല്ലോ. അവനവൻ ഉണ്ടാക്കിയ കാശ് നിക്ഷേപിക്കുന്നു. അത് എപ്പോൾ വേണമെങ്കിലും, നിങ്ങൾക്കൊരു പക്ഷേ സ്ഥിര നിക്ഷേപമായിട്ട് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ വെച്ചാണെങ്കിൽ അത് അതിന് മുമ്പേ എടുക്കുന്നുണ്ടെങ്കിൽ പലിശ കിട്ടില്ല എന്ന് പറയാം. പക്ഷെ കാശ് കൊടുക്കാതിരിക്കാൻ നിയമമില്ലല്ലോ. എന്നിട്ട് ഇത്തരത്തിൽ മോശമായി പെരുമാറുന്ന ആളുകൾ, ഇപ്പോൾ ഇവിടെ സാബുവിൻ്റെ ഭാര്യ അവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരല്ല, അവരെ ഓരോ ദിവസവും വിളിച്ച് അവഹേളിച്ച് സാബുവിനൊക്കെ അവഹേളിച്ചിട്ടുള്ളത് അവിടെയുള്ള ഭരണസമിതി അംഗങ്ങളാണ് എന്നിട്ട് അപ്പോൾ നമ്മൾ ആരെയാണ് ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത്? ഒരു സംശയവുമില്ല, ഇതിൽ ഇടതായാലും വലതായാലും ഏത് പാർട്ടിക്കാരായാലും ഉദ്യോഗസ്ഥന്മാരല്ല ഇതിൽ പ്രധാന ആളുകൾ. ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഇന്ന കാശൊക്കെ തന്നിട്ട് ഞങ്ങളെ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഭക്ഷണം തന്നാൽ അല്ല മറ്റെന്തെങ്കിലും തന്നാൽ മാത്രമേ ഞങ്ങൾ ഒപ്പിടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവന് ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ ഈ രാഷ്ട്രീയക്കാർക്ക് കഴിയില്ലേ? എന്നിട്ട് നമ്മൾ വീണ്ടും ന്യായീകരിച്ചിട്ട് ഇതൊരു താത്വിക പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്ന പൂർണ്ണമായും തെറ്റാണ്. ഇവിടെ ഒരു മനുഷ്യൻ, നമ്മൾ ഇപ്പോൾ സാബുവിൻ്റെ കാര്യത്തിൽ ഇവിടെ 90 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ കുറേശെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ് നമ്മൾ കണ്ണീരോട് കൂടിയിട്ടാണ് കേട്ടത്. കാര്യം അതിന് മുമ്പുണ്ടായിട്ടുള്ള ബാങ്കുകളുടെ സ്ഥിതിയൊക്കെ എന്താണ്? ഇടത് ഭരിച്ചാലും വലുത് ഭരിച്ചാലും ഈ ബാങ്കുകളിലൊക്കെ ഇതേപോലെയല്ലേ? മുക്കുവണ്ടം വെച്ചിട്ട് ഞാനൊരു മുക്കുവണ്ടം വെച്ച് പണയം വെച്ചിട്ട് കാശ് എടുക്കാൻ പോയാൽ എനിക്ക് കിട്ടുമോ? അല്ല സജീവൻ സാർ, അതായത് നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ട് പണം തുക മടക്കി നൽകാൻ കഴിയാത്ത 164 സഹകരണ സംഘങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ്. 164 സഹകരണ സംഘങ്ങൾ. കേരളത്തിലെ 399 സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട് നടക്കുന്നുവെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. അതെ, അത് ഇതിലൊക്കെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം, അതാണ് ഗോപീഷ്ണൻ പറയുന്നത്, ഈ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്കിനി ഇതിൻ്റെയൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബൽദേവ് പറഞ്ഞ കാര്യം എനിക്ക് തമാശയായിട്ടത്, നിയമമുണ്ട് ഇവിടെ. നിയമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നടപ്പായിക്കൂടാ? ഇവിടെ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് 2 ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നടപ്പാക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഏത് ഉദ്യോഗസ്ഥനാണ് ഈ നിയമം നടപ്പാക്കുന്നതിനെ എതിർക്കുന്നത്? അങ്ങനെയുള്ള ആളുകളെ ചെവിക്ക് പിടിച്ച് പുറത്തെറിയാനുള്ള ആർജവം ഉണ്ടാവേണ്ടതല്ലേ? അപ്പം നമ്മൾ ഇത്തരത്തിൽ സംഭവങ്ങൾ ഓരോന്ന് വരുമ്പോഴും പോലെ തന്നെ നമ്മൾ കരുവന്നൂരിൻ്റെ കാര്യത്തിലാണെങ്കിലും വയനാട്ടിലെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ ബാങ്കുകളിലെ പ്രശ്നങ്ങൾ ഓരോ കർഷകനും ഓരോ നിക്ഷേപകനും ആത്മഹത്യ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധിയിലാവുന്ന സമയത്തൊക്കെ നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. ഒക്കെ പ്രശ്നം താത്വികമായിട്ട് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ താത്വികമായി പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നിട്ട്
ഒരാൾക്കെതിരെ പോലും നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക കാര്യങ്ങളിലേക്ക് വരും. അവർക്ക് ഇത്ര കാശ് കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ തട്ടി നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. നമ്മളെല്ലാം മറന്നു, രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അവനെ പുറത്ത് കാണിക്കാൻ, അവനെ എന്താണ് വളരെ കൃത്യമായിട്ടും ഇവൻ കള്ളനാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള, ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ആ വിളിച്ചു പറയാനുള്ള ആർജവം വേണം. അതല്ലാതെ നമ്മൾ മൊത്തമായിട്ട് കുറേ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്, അതാക്കേണ്ടതുണ്ട്, ഇതാക്കേണ്ടതുണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിൽ എനിക്കറിയാം, എന്നോട് ഈ കുറേ കള്ളപ്പണം നിക്ഷേപിച്ച ആളുകൾ പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. കാരണം നമ്മളൊക്കെ കാശ് ചിലവാക്കി ബാങ്കിലിടുന്നുണ്ടെങ്കിൽ അതിന് ന്യായമായ വഴിക്ക് കിട്ടുന്ന കാശല്ലേ ഉള്ളൂ. കള്ളപ്പണം, കോടികളുടെ കള്ളപ്പണമുള്ള ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് സൊസൈറ്റികളിൽ എത്ര നിക്ഷേപമുണ്ട്? അപ്പോൾ ഞാൻ പറയും എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ കോടികളുള്ള ആളുകൾ അവരത് വെള്ളപ്പണമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾ കളിച്ചതിനെ കുറിച്ച് എന്നോട് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്തു അപ്പോഴാണ് അധ്വാനിച്ച പണം നിക്ഷേപിച്ച ആളുകൾക്ക് തിരികെ കിട്ടാതെ ഇങ്ങനെ ജീവൻ ഒടുക്കേണ്ടി വരുന്നത്. ശ്രീ എസ് സജീവൻ.